ഇന്ത്യയുമായി സമ്പൂർണ്ണ യുദ്ധത്തിന് സാധ്യതയുണ്ടെന്നാണ് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി പറയുന്നത്. അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പാകിസ്ഥാൻ നിലവിലെ സാഹചര്യത്തിൽ കടക്കുമോ? അതൊന്നും പറയാൻ പറ്റില്ല. കടക്കാതിരിക്കാം. കാരണം പാകിസ്ഥാൻ എന്നുള്ള രാജ്യം ഒരൊറ്റ സ്ഥാനത്തിനോട് നിൽക്കുന്ന രാജ്യമാണ്. അതായത് ഇന്ത്യ വിരുദ്ധത എന്നുള്ള സാധനമാണ്. ഇന്ത്യ വിരുദ്ധത അതിൻ്റെ മാക്സിമത്തിൽ അവരിപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ മാക്സിമം സമാധാന കാലത്ത് യൂസ് ചെയ്യുന്നതിൻ്റെ മാക്സിമത്തിൽ യൂസ് ചെയ്ത് ഇവിടെ 2 പൊട്ടിക്കലൊക്കെ പൊട്ടിച്ച് ഇന്ത്യ 2 വാണിംഗ് ഒക്കെ നടത്തുമ്പോൾ പൊതുവെ അവിടെയുള്ള പട്ടാള ഭരണാധികാരികൾക്കും രാഷ്ട്രീയക്കാരും ഹാപ്പി, ജനങ്ങളും ഹാപ്പിയാണ്. ഇവരുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ മോഡി തിരിച്ചടിച്ചതോടുകൂടി അവർക്കത് കൗണ്ടർ പ്രൊഡക്റ്റീവായി ബൂമറാങ് ചെയ്തു. അതായത് അവർക്കറിയാലോ ഈ ഇന്ത്യൻ സൈന്യത്തിന് പിടിച്ചു കിടന്നാൽ അവർക്ക് പറ്റില്ല. അപ്പോൾ ഈ പൊപ്പഗാൻഡ മിഷൻ ഉപയോഗിച്ച് ചൈന, അമേരിക്ക, പാകിസ്ഥാൻ പൊപ്പഗാൻഡ മിഷൻ ഉപയോഗിച്ച് ഇന്ത്യൻ പട്ടാളത്തെ ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടു അത് ഇതെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും തിരിച്ചടി കിട്ടിയ അവർക്കറിയാം. ആദ്യം അവരാണല്ലോ വിളിച്ചത്, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇപ്പം ട്രംപ് പറഞ്ഞിട്ടാണ് വിളിച്ചിരിക്കുന്നതെങ്കിലും മോഡിയല്ലല്ലോ വിളിച്ചത്, അവരല്ലേ വിളിച്ചത്. അപ്പോൾ ആ ഒരു തിരിച്ചടീൻ്റെ ക്ഷീണം തീർക്കണം. ആ തിരിച്ചടീൻ്റെ ക്ഷീണം തീർക്കണമെങ്കിൽ അവർക്ക് എപ്പോഴും ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് വിഭാഗം ഇനി സാധ്യമുള്ളൂ. അങ്ങനെ ഫുൾ ഫ്ലഡ്ജ്ഡ് വിഭാഗം വന്നാൽ അവർ രക്ഷപ്പെടുന്നില്ല. പക്ഷേ കുറച്ചു കാലം ജനങ്ങളോട് കണ്ടുപിടിയിടാൻ പറ്റും. ജനങ്ങളൊരു ഒരു യുദ്ധാത്മകമായ മനസ്സിലേക്ക് ജനങ്ങളെ തിരിച്ചുവിടുക. അങ്ങനെ അവിടെ പട്ടാളത്തിനും രാഷ്ട്രീയക്കാർക്കെതിരെയുള്ള എതിർപ്പുകളെ അവർക്ക് മറികടക്കാനും പറ്റും. 2 അമേരിക്കയ്ക്ക് ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന ഇപ്പം ഫ്രണ്ടായി നോക്കണ്ട. ഒരു യുദ്ധം വന്നാൽ സ്വാഭാവികമായിട്ടും ഏതൊരു രാജ്യവും സാമ്പത്തികമായി താഴും. ഈക്വൽ യുദ്ധം പാകിസ്ഥാനിൽ നമുക്ക് ഏതാണ്ട് ഈക്വൽ യുദ്ധമാണ്. അല്ല അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നടത്തുമ്പോൾ അൺഈക്വൽ യുദ്ധമല്ല. എന്നിട്ട് പോലും അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി തകർന്നിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ, ഇറാഖിൽ നടത്തിയ യുദ്ധങ്ങൾ അമേരിക്കയെ രാജ്യത്ത് എന്ന രീതി അമേരിക്കയ്ക്ക് നെഗറ്റീവായി ബാധിച്ചിട്ടുള്ളതാണ്. അപ്പം അത് നമ്മളെ സാമ്പത്തികമായിട്ട് പിന്നോട്ടടിക്കും. അപ്പോൾ ഇവരുടെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ചില മനുഷ്യന്മാർക്ക് അവർ നന്നാവണമെന്നില്ല, മറ്റുള്ളവർ നന്നാവുന്നില്ല, അസൂയാണ്, സഹിക്കാൻ പറ്റില്ല. അതുപോലെ സ്ഥിതിയാണ് പാകിസ്ഥാൻ. നമ്മൾ ഈ ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളെല്ലാം മറികടന്നുകൊണ്ട് നമ്മൾ സക്സസ് സ്റ്റോറി പാകിസ്ഥാൻ ഒരു ഫെയിലറാണ്. ഇപ്പോൾ ഹൊറബിൾ സ്റ്റോറിയാണ് പാകിസ്ഥാൻ്റെ. അപ്പോൾ അവർക്ക് ഇന്ത്യനെ എങ്ങനെയൊക്കെ പിന്നോട്ട് വലിക്കാൻ പറ്റുമോ അതാണ്. അതോടൊപ്പം തന്നെ ഈ രാജ്യത്തിലെ അതിർത്തി പ്രദേശങ്ങളിൽ അഫ്ഗാനിസ്ഥാനുമായി പ്രശ്നമുണ്ട്, രാജ്യത്തിനുള്ളിൽ പ്രശ്നമുണ്ട്. എന്നിട്ട് ഇതിനിടയിൽ എങ്ങനെയാണ് ഇന്ത്യ വിരുദ്ധതയ്ക്ക് അവർക്ക് സമയം കിട്ടുന്നത്? അഫ്ഗാനിസ്ഥാൻ പക്ഷേ നമ്മളുള്ള പ്രശ്നമല്ലേ, ഹിന്ദുക്കളാണ്, ഇന്ത്യക്കാരാണല്ലോ കാഫിറുകൾ. അവരെ എന്നെ പോലെ മുസ്ലിംമാരെ അംഗീകരിച്ചിട്ടില്ല. അവരെ സമയം ഇന്ത്യയിൽ 2 മുസ്ലിങ്ങളേ ഉള്ളൂ. ഒന്ന് പണ്ട് പരെങ്കിലും കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്ന് ഷിവാലിനൊരു MP ഉണ്ടായിരുന്നു, ഷിഹാബുദ്ദീൻ, ഗുണ്ടയാണ്, ബീഹാർ. അവനെയും ദാവൂദ് ഇബ്രാഹിം അവർ ഇന്ത്യൻ മുസ്ലിങ്ങളായി കൂട്ടിയിട്ടു. ബാക്കിയെല്ലാം അവർക്ക് കലിമ ചൊല്ലിയിട്ടുള്ള കാഫിറുകളാണ്, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ. അപ്പം ഇപ്പം പുതിയവരാരെങ്കിലും ഒവൈസിനെ മറ്റേ കൂട്ടിയൊന്നും എനിക്കറിയില്ല. അതർവൈസ് അവർ ഇന്ത്യൻ മുസ്ലിങ്ങളായിട്ട് അംഗീകരിച്ചിട്ടില്ല. ഇപ്പം ഞാനുൾപ്പെടെയുള്ള ഇന്ത്യൻ മുസ്ലിങ്ങൾ അവരെ മുസ്ലിങ്ങളായിട്ട് അംഗീകരിച്ചിട്ടില്ല. കാരണം അവർ ഈ ടർക്കിഷ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളാണ്, തുർക്കികൾ വഴി മുസ്ലിമായ ആളുകളാണ്. ഈ തുർക്കികൾ മുസ്ലിമൊക്കെ അത് കേരളത്തിലൊക്കെ ഇസ്ലാം വന്നിട്ട് ഒരു 10-400 വർഷം കഴിഞ്ഞതിന് ശേഷം, അല്ല 10-200 വർഷം കഴിഞ്ഞതിന് ശേഷം. നമ്മൾ ഇന്ത്യയിൽ നിലവിലുള്ള മുസ്ലിംസ് 2 രീതിയിലാണ്. ഒന്ന്, ഞങ്ങളൊക്കെ ഈ കേരളത്തിലെ മുസ്ലിംസ്, എസ്പെഷ്യലി മലബാർ മുസ്ലിംസ് പ്രവാചകൻ്റെ കാലത്ത് തന്നെ ഇവിടെ എത്തിയെന്ന് ഞങ്ങൾ വിശ്വസിക്കും. ചരിത്രപരമായിട്ട് തുർക്കികൾ വഴിയല്ല ഞങ്ങൾ വന്നത് അറബികൾ വഴിയാണ്, കച്ചവടത്തിലൂടെയാണ്. അതുകൊണ്ടാണ് എൻ്റെ പേരൊക്കെ മുഹമ്മദ് ഫക്രുദ്ദീൻ അലി എന്നൊക്കെ വരുന്നത്. സൗത്തിലോട്ട് വരുമ്പോൾ അല്ല ഉത്തരേന്ത്യയിലെ ഖാൻ, സൽമാൻ ഖാൻ, ഷാരൂഖ് ഖാൻ, ഷിജു ഖാൻ എന്നൊക്കെ പേര് കാണാം. അതിന് കാരണം വെച്ചാൽ ഇവർ ടർക്കിഷ് ബ്ലഡാണ്. തുർക്കികൾ തമിഴ്നാട് വരെ വരികയും, അതായത് തുർക്കികൾ പാകിസ്ഥാൻ വഴി അങ്ങനെ ഇന്ത്യയിലേക്ക് കടന്നു. പാകിസ്ഥാൻ എന്ന് വെച്ചാൽ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ വഴി ഉത്തരേന്ത്യയിൽ വന്നു, ഉത്തരേന്ത്യയിൽ സൗത്ത് ഇന്ത്യയിലേക്ക് വന്നു. ഈ ഖാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും മുസ്ലിം പേരല്ലല്ലോ. ഖാൻ എന്ന് വെച്ചാൽ മംഗോളിയയിലെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേരാണ്, സ്ഥാനപ്പേരാണ്. മുസ്ലിം അറബി പേര് എന്ന് വെച്ചാൽ എൻ്റെ പേരൊക്കെ പോകും. മുഹമ്മദ് ഫക്രുദ്ദീൻ അലി കംപ്ലീറ്റ്ലി അറബിയാണ്. മുഹമ്മദ് ബിൻ സുൽത്താൻ കംപ്ലീറ്റ്, ഉസാമ ബിൻ ലാദൻ, മുല്ല ഒമർ എനിക്കറിയില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് ഈ പറയുന്നതിന് അത് ഈ മുസ്ലിം പേര്. അപ്പം മമ്മൂക്കാൻ്റെ പേര് മുഹമ്മദ് കുട്ടി എന്ന് വെച്ചാൽ മലയാളി ടച്ചുള്ള പേര്. മുഹമ്മദ് അവിടെ നിന്ന് എടുത്ത് കുട്ടി വിടുന്നുള്ളതാണ്. എൻ്റെയിലൊന്നും തീരെ അതില്ല, അതിനെ കംപ്ലീറ്റ്ലി അറബിക്കാണ് എൻ്റെ പേര്. പാപ്പാൻ്റെ പേര് കംപ്ലീറ്റ്ലി ഇന്ത്യൻ പേരായി. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഈ അതോടെ സൗത്തിലുള്ള മുസ്ലിംസ് ഖാൻ എന്നുള്ള പേര് കാണാൻ പറ്റും.
അതായത് ഷിജു ഖാൻ എന്നുള്ള പേരുന്ന അവിടെയുള്ള മുഹമ്മദ് റിയാസ് അല്ല ഷംസീർ എന്നൊക്കെ, അത് ഷിജു ഖാൻ അങ്ങനെയുള്ള പേരുകൾ അവിടെ കാണില്ല. അതിന് രണ്ട് ലീനിയേജാണ്, അതിൻ്റെ ഭാഗമാണ്. ഇതൊന്നും വെറുതെ സംഭവിക്കുന്നതല്ല, മനസ്സിലായി. അപ്പോൾ ഈ പാകിസ്ഥാനികൾ ബേസിക്കലി തുർക്കിഷ് വംശജരാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് തുർക്കികൾ ഈ ഡൽഹിയിൽ ആക്രമണത്തിന് പിന്നെ തുർക്കി കേന്ദ്രീകരിച്ചുള്ള ഗൂഢാലോചനയാണ് എന്നാണല്ലോ. ഇപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? പാകിസ്ഥാനികൾ ബേസിക്കലി പാകിസ്ഥാനി മുസ്ലിം ടർക്കിഷ് വംശജരാണ്. അറബികൾ എന്ന് വെച്ചാൽ കച്ചവടക്കാരാണ്. അപ്പം ഞങ്ങളൊക്കെ ബേസിക്കലി ഒരു സമാധാന പേരും ഹിന്ദുക്കളായിട്ട് ഒത്തുപോകണം എന്ന് പറയുന്ന ആളുകളാകുന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങൾ പണ്ട് ഞങ്ങളെ പൂർവികരെന്ന് പറയുമ്പോൾ പാറ്റേണൽ പൂർവികർ, എൻ്റെയൊക്കെ പാറ്റേണൽ പൂർവികർ എന്ന് പറഞ്ഞാൽ ഇവിടെ അറബികൾ കച്ചവടത്തിന് വന്ന് ഇവിടെ ഹിന്ദു രാജാക്കന്മാരുമായിട്ട് ഫ്രണ്ട്ലി റിലേഷൻഷിപ്പിൽ നിന്ന ആളുകളാണ്. നമ്മളൊരിക്കലും സംഘർഷമില്ല. ഞങ്ങൾക്ക് അവിടെ സംഘർഷം ഉണ്ടാക്കിയത് പുറത്തുനിന്ന് വന്ന രണ്ടുപേരാണ്. ഒന്ന് ടിപ്പു സുൽത്താൻ, അങ്ങനെ മൈസൂരിൽ നിന്ന് വന്ന് ഫൈറ്റ് ചെയ്ത് പോയാൽ ഞങ്ങളെന്ത് ചെയ്യാനാണ്? പിന്നെ വേറൊന്ന് കുഞ്ഞാലി മരക്കാർ എറണാകുളത്ത് നിന്ന് വന്ന ആളാണ്, ഞങ്ങളുടെ നാട്ടുകാരല്ല ബേസിക്കലി. ഈ മലബാർ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി പിന്നെ 1921 കലാപം, അതിന് കാരണവും നമ്മളെ നാട്ടുകാരല്ല. മലബാർ മേഖലയിൽ നിന്നല്ലേ ഈ തെക്കോട്ട് മുസ്ലിങ്ങൾ? അല്ലല്ല രണ്ട് പാറ്റേണാണ്. മലബാർ മേഖലയിൽ അന്ന് അവരവിടെ തന്നെ മൈഗ്രേറ്റ് ചെയ്തുള്ളൂ. തെക്ക് വന്നത് തെക്ക് ഈ പ്രദേശത്ത് തമിഴ്നാട്ട് ഈ പണ്ട് തിരുവിതാംകൂർ ഒരു ടർക്കിഷ് ചീഫ് ആക്രമിച്ചിരുന്നു അവരുടെ എന്നൊരു പിന്നെ ചരിത്രമാണോ ഛായാചരിത്രം എന്നൊരു പിന്നെ എന്ന ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു സൂചനയുണ്ട്. അങ്ങനെ അന്ന് അവരുടെ ഒരു തലസ്ഥാനമായിരുന്നു ഈഷ്ഫോർട്ടിൻ്റെ പിൻവശം, സ്ഥലത്തിൻ്റെ പേര് ഇപ്പം മുസ്ലിം ഏരിയ ഉള്ള സ്ഥലമല്ലേ, ഭീമാപള്ളി അല്ലേ, മുസ്ലിം കമലേശ്വരം ഒക്കെ ഉള്ള ഏരിയ ഉണ്ടല്ലോ, മണക്കാട്, അതായിരുന്നു അവരുടെ. അപ്പം അങ്ങനെയാണ് സൗത്തിൽ ഇവിടെയൊക്കെ മുസ്ലിംസ് വന്നതെന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ഞങ്ങൾ വടക്കുള്ള മുസ്ലിംസ് ഇവിടെയുള്ള മുസ്ലിംസും വളരെ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. സംസാര രീതിയിൽ മാത്രമല്ല, അപ്രോച്ചിൽ വലിയ വ്യത്യാസം കാണാൻ പറ്റും. അപ്പോൾ അത് ആ രീതിയിൽ വന്നതും കരയിൽ കൂടെ വന്നവരാണ്. മലബാർ മുസ്ലിംസിൻ്റെ പൂർവികർ അറബികൾ കടലിൽ കൂടെ വന്നവരാണ്. അതുകൊണ്ട് അവർ കച്ചവടക്കാരായിരുന്നു. അപ്പോൾ ഹിന്ദുക്കളെ നമുക്ക് നല്ല ബന്ധം അതുകൊണ്ടാണ്. ഹിന്ദുക്കൾക്ക് നമ്മളെ ആവശ്യമുണ്ട്, നമുക്ക് ഹിന്ദുക്കളെ ആവശ്യമുണ്ട്. അതായത് ഇവിടെ അതല്ല, ഇവിടെ കീഴടക്കി വന്നവരാണ്. അതിൻ്റെ ഒരു സുപ്രീമസി അവർക്കും അതിലൊരു എതിർപ്പ് ഇവിടെ ഹിന്ദുക്കൾക്കും ഉണ്ട്. അല്ല, ഇതാണല്ലേ കൃത്യമായി പാകിസ്ഥാൻ മുതലാക്കുന്നത്, ഈ ഹിന്ദു വിരോധം അല്ലേ? അല്ല, ഒരു ഹിന്ദു വിരോധമാണ് മുതലാക്കുന്നത്. അപ്പം ഇപ്പോൾ എന്ന് വെച്ചാൽ അവർ ഹിന്ദു വിരോധം ഒരു ഭീകരവാദാക്രമണം നടത്തി കഴിഞ്ഞാൽ അവർ ഹാപ്പി ആയിരുന്നു. ഇപ്പം അത് മോഡി തിരിച്ചടിക്കുന്നത് കൂടി അത് ഒരു കൗണ്ടർ പ്രൊഡക്റ്റീവ് ആവും. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇതിന് പിന്നിൽ അമേരിക്കയുടെ എല്ലാം പങ്കുണ്ടോ? കാരണം ഇപ്പൊ അമേരിക്കയുടെ ലക്ഷ്യങ്ങളുണ്ടല്ലോ, താല്പര്യങ്ങൾ, ഇന്ത്യയെ പ്രതിസന്ധി. അതുണ്ടോ? അമേരിക്കക്ക് നമ്മൾ ഫ്രണ്ട്ലി ആയി നിൽക്കുമ്പോൾ അമേരിക്ക നമുക്ക് ഉള്ളിൽ കൂടെ പണിയും. അതിപ്പോഴും അതെല്ലാ കാലത്തും ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കുന്നത് അതൊക്കെ അതാ ഞാൻ പറഞ്ഞത്, അഫ്ഗാനിസ്ഥാനും അവർ തമ്മിലുള്ള പക്ഷേ അമേരിക്ക ഇടപെട്ട് തീർത്തോളൂ. പിന്നെ നമ്മളുള്ള പ്രോഗ്രാം എന്ന് വെച്ചാൽ പാകിസ്ഥാൻ സൃഷ്ടിച്ചു വിട്ടാണ് താലിബാൻ. അവർ താൽക്കാലികമായിട്ട് പ്രശ്നമുള്ളൂ. അവരുടെ കോമൺ എനിമി എന്ന് വെച്ചാൽ ഈ താലിബാന്റെ കാര്യം പറയുമ്പോഴാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ പ്രതിരോധ മന്ത്രി തന്നെ ഇപ്പോൾ ചിലപ്പോൾ യുദ്ധം നടക്കാമെന്ന് പറയുന്ന പ്രതിരോധ മന്ത്രി തന്നെ പലതവണ പറയുന്നുണ്ട് ഈ അഫ്ഗാനിസ്ഥാനുമായുള്ള പ്രശ്നത്തിന് കാരണം ഇന്ത്യയാണ് ഇതിൽ നിന്ന് പിന്നിൽ നിന്ന് കളിക്കുന്നതെന്ന്. അങ്ങനെ ആരോപണങ്ങളായിരിക്കുമോ? അല്ല, അതൊക്കെ ഉണ്ടാവും. നമ്മൾ കളിക്കുന്നത് അവന്മാർ നമ്മളെ നാട്ടിൽ കിടന്ന് തീവ്രവാദം നടത്തി നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങൾ ബംഗ്ലാദേശിനൊക്കെ നമുക്ക് തിരിക്കുമ്പോൾ നമുക്ക് തിരിച്ചു കളിക്കണ്ടേ? അല്ല, നമ്മൾ ഈ പറയുന്നതിൻ്റെ ഗാന്ധിൻ്റെ വർത്തമാനം, ഗാന്ധി പറഞ്ഞത് എന്താ? നമ്മൾ ശക്തനായിരിക്കുമ്പോഴാണ് അഹിംസയ്ക്ക് വിലയുള്ളൂ. അല്ല, ഞാൻ പോയിട്ട് പിന്നെ എന്താണ് ഗുണ്ടുകാട് സാഹു എന്നെ വന്ന് തല്ലി, ഞാൻ ഗുണ്ടുകാട് സാഹുവിനോട് ഞാൻ പറയാണ്, അണ്ണാ ഞാൻ ക്ഷമിച്ചിരിക്കുന്ന കാര്യമില്ല. ഞാൻ ഗുണ്ടുകാട് സാഹുവിനെ തല്ലിയിട്ട് ഗുണ്ടുകാട് സാഹു എന്നോട് പറയാണ്, മോനെ സാറില്ല ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അതാണ് അഹിംസ. മനസ്സിലായോ? അതാണ് അഹിംസ. അല്ലാതെ ഈ പറയുന്ന ദുർബലൻ്റെ ആയതല്ല അഹിംസ. സിനിമയിലാണെങ്കിൽ നമ്മൾ പറയുന്നത് വെച്ചാൽ ബാബു ആന്റണി ഇന്ദ്രൻസിനോട് ക്ഷമിക്കുമ്പോൾ അതാണ് അഹിംസ. അല്ല, ഇന്ദ്രൻസ് ബാബു ആന്റണിയോട് ക്ഷമിക്കുന്നതല്ല. അപ്പോൾ നമ്മൾ ശക്തനാണോ? അതിനുള്ള വഴിയാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ 21 കലാപം നമ്മളുണ്ടാക്കിയ കലാപമല്ലാതെ ഞാൻ പറയാൻ കാരണം വെച്ചാൽ അത് ഉത്തരേന്ത്യയിലെ തുർക്കിയിലെ ഖലീഫായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകളുടെ മുസ്ലിം പ്രശ്നമാക്കി മാറ്റി. ഗാന്ധി ഉൾപ്പെടെ പറ്റിയ അബദ്ധമാണത്. അതിൻ്റെ പുറത്താണ് ആ കലാപം ഉണ്ടായത്. അല്ലാതെ ഇവിടുത്തെ ലോക്കൽ ഒരു വിഷയം എന്ന രീതിയിലല്ല അത്. അതങ്ങനെ വന്നു. പിന്നെ അതിനിടയ്ക്ക് കുറച്ച് ബ്രിട്ടീഷുകാർ ഹിന്ദു ജന്മിമാരുടെ മേൽ വലിയ നികുതി ചുമത്തി. ഹിന്ദു ജന്മിമാർ മുസ്ലിം കുടിയാന്മാരുടെ മേൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് കാണുന്നത് ഹിന്ദു ജന്മിമാരാണ് ഇത് നടത്തുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ പുറത്ത് ഈ തുർക്കിയിലെ പ്രശ്നമാണ്. ഈ സത്യത്തിൽ മലബാറിലെ മുസ്ലിങ്ങൾ എന്തെങ്കിലും അബദ്ധത്തെ പറ്റി എല്ലാം പരദേശി മുസ്ലിങ്ങൾ ഉണ്ടാക്കിയ പ്രശ്നമാണ്. ഇപ്പോഴും മദിനി ഞങ്ങളെ നാട്ടുകാരനല്ല, അയാൾ സൗത്തിലുള്ള ആളാണ്. അയാളവിടെ ഇടക്കാലത്ത് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. SDPI എന്നുള്ള ഈ സാധനം ഒന്നും ഞങ്ങളവിടെ വലിയ പേരുള്ള സാധനമല്ല. അത് സദേൺ കേരളയിൽ നിന്ന് വന്നതാണ്.
അല്ലെങ്കിൽ SCP, NDF പോലെയുള്ള സാധനങ്ങൾ, അവരാണ് ഇപ്പം പ്രശ്നം ഉണ്ടായിക്കൊണ്ടത്. പൊതുവേ മലയാളം മുസ്ലിംസ് ഇപ്പം അത് ഹിന്ദുക്കൾ അതെന്താണ് സാറ് സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ ഹിജാബ് വിഷയമായാലും മറ്റെന്ത് പ്രശ്നമായാലും ഇതാണ് തെറ്റാണ്. അതിന് ബേസിക് കാരണം ഇതാണ്. ഒന്ന്, മലബാറിൽ പണ്ടേ ഞങ്ങൾ ഹിന്ദു രാജാക്കന്മാരുണ്ടെങ്കിൽ ഈ നായന്മാരെ തുല്യമായ പദവി ജീവിച്ചിരുന്ന ആളുകളാണ്. നമുക്ക് ഹിന്ദു രാജാക്കന്മാരാണെങ്കിൽ ഹിന്ദു രാജാക്കന്മാർക്ക് നമ്മളെയും വേണം. ഫ്രണ്ട്ലി റിലേഷൻഷിപ്പാണ്, അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണകരമായ. അതുകൊണ്ട് നമുക്കത് നമ്മുടെ ഈ മനസ്ഥിതി അങ്ങനെ ചരിത്രപരമായ രൂപം കൊണ്ടുവന്നതാണ്. എന്നാൽ കേരളത്തിൽ എറണാകുളത്തിൻ്റെ തെക്കോട്ട് അതല്ല സ്ഥിതി. എറണാകുളത്തിൻ്റെ തെക്കോട്ട് ഒരുപാട് വിഷയങ്ങൾ വന്നിട്ടുണ്ട്. അതാണ് ഒന്ന്, ഞങ്ങളവിടെ ജാതി അത്ര സ്ട്രോങ് അല്ല, ഇവിടെ ജാതി സ്ട്രോങ് ആണ്. അപ്പോൾ ഇവിടെ അധികം മുസ്ലിംസ് ലോക്കൽ ഈ പഴയ ജാതി പ്രശ്നം, ഇത് പ്രശ്നമുണ്ട്. പഴയ ഹിന്ദുസ് മാടമ്പിമാരോട് പഴയ താതയാധികാർക്കുണ്ടായ പ്രശ്നം, പിന്നെ അവർ കൺവേർട്ട് ചെയ്തപ്പോൾ ഇവിടെ ആ രീതിയിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണ് സൗത്തിലെ സ്ഥിതി. പിന്നെ ഈ പറഞ്ഞ തുർക്കി സ്വാധീനം, ഞങ്ങൾക്ക് അതിന് തുർക്കി സ്വാധീനമുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഈ ഡിഫറൻസ് ഉള്ളത്. മലബാർ ബേസിക്കലി മലബാർ മുസ്ലിംസ് അങ്ങനെ എനിക്ക് എൻ്റെ ഓർമ്മയിൽ പോലും ഇല്ല മലബാറിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു കമ്മ്യൂണൽ പ്രശ്നം ഞാൻ കേട്ടിട്ടില്ല. ഇതൊക്കെ പുറത്തുനിന്ന് വന്നതാണ്. ടിപ്പു സുൽത്താൻ പുറത്തുനിന്ന് വന്നതാണ്, കുഞ്ഞാലി വരക്കാർ പുറത്തു വന്നതാണ്, മറ്റേ 1921 തുർക്കി കലാപത്തിൻ്റെ കാരണം പുറത്തുനിന്നുള്ളതാണ്. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഈ ലോകത്ത് മുസ്ലിംസിൽ പഠിക്കേണ്ട ഒരു സമൂഹം ഞങ്ങളെ മലബാറിലെ മുസ്ലിം സമൂഹമാണ്. ഞങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഈ ന്യൂ ജനറേഷനിൽ കുറേ കുത്തിത്തിരിപ്പേർ ഇറങ്ങിയെന്നല്ലാതെ മുജാഹിദ് ബാദ്ഷീറിനെയൊക്കെ പോലെ പൊതുവേ എൻ്റെയൊക്കെ ആറ്റിറ്റ്യൂഡാണ്. പക്ഷെ അവർക്കത് തുറന്നു പറഞ്ഞാൽ ചിലപ്പോൾ സംഖ്യയൊക്കെ ആവുമെന്നുള്ളതുകൊണ്ട് അവരത് പറയുന്നില്ലെന്ന് മാത്രം. പിന്നെ തെറ്റിദ്ധാരണ ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്, മുസ്ലിംസിനെ വോട്ടില്ലാതാക്കും, പാകിസ്ഥാനിലേക്ക് പോകും. അത് മീഡിയയ്ക്ക് ഒരു പങ്ക് കിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.